ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിത് ഒന്നല്ലാത്ത ഒന്ന് നേരത്താണ് ഒരു അർജൻറ്റ് സംഭവമായതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പോലും. അപ്പോൾ എനിക്ക് ഒത്തിരി ജോലിയുണ്ട്, അതിൻ്റെ ഇടയിൽ എനിക്കിത് കണ്ടിട്ട് കാണാത്ത പോലെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ അതും അല്ലാണ്ട് ഇത് ഇനി വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൈകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര അർജൻറ്റ്ലി ഒരു വീഡിയോ ചെയ്യുന്നതും വീഡിയോ ഇങ്ങനെ പറയുന്നത് പോലും. അപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കെല്ലാവർക്കും അറിയാം, ഷാജിൻ്റെ ചെളി വാര എറിയുന്നത് നിർത്തിയിട്ട് അങ്ങ് ചെളിയിലേക്ക് പോകുന്നൊരു സംഭവം. അവൾ 1, 2, 3 എത്ര കെട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കെട്ടിയിട്ടൊന്നുമില്ല, ലിവിങ് ടുഗദറാണ്. എല്ലാം അങ്ങനെയാണ് എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോൾ ഇടയിൽ നമുക്ക് ഷറഫലിൻ്റെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ റൌഫിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു പുതിയ വീഡിയോസൊക്കെ വരാറുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ കാണാത്തവരുണ്ടാവത്തില്ല, കാരണം മൊബൈൽ തുറന്നാൽ ഉടനെ ഷാജിൻ്റെ ഫോട്ടോ അങ്ങനെ കുറേ ലിസ്റ്റായിട്ടാണ് ഒരു വിഷയം വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏത് സംഭവം പോലും റിയാക്ഷൻ ചെയ്യാനോ അല്ലോ കാണിക്കാനോ ഇൻ്റർവ്യൂവിൻ്റെവർക്ക് പോലും വേറെ കണ്ടന്റ് ഇല്ലാത്ത പോലെ സജിതൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്നത് ഷാജിക്ക് ഈ രണ്ടാമത്തെ കല്യാണം ഷറഫലിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ അത്ര ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ കണ്ണൂരുകാരനെ കെട്ടി അങ്ങനെ മറിച്ച് ഞങ്ങൾ വയനാട് പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നെല്ലാം അവൾ തുറന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാവരും ഉണ്ടാക്കിയതാണ് അങ്ങനെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവളുടെ ചാനലിൽ കൂടെ നമ്മളെല്ലാവരും കണ്ടത്, അല്ലാണ്ട് നമ്മൾ അവളെ വീട്ടിലൊക്കെ പോയിട്ട് ആരും കണ്ടതൊന്നുമല്ല. ഇപ്പോൾ ഇടയിൽ റീസെൻ്റ്ലി ഒരു വോയിസ് വന്നിട്ടിപ്പോൾ വൈറലായിക്കൊണ്ടിട്ട് റൌഫ് എന്ന ഒരാളെ ചതിച്ചു എന്നാണ് സംഭവം നടക്കുന്നത്. കാരണം റൌഫിന് അവൾ അവൾ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും നീ വരുന്നില്ലേ, എനിക്ക് വിധവ എന്നൊരു പേര് കേട്ട് മടുത്തു, നമുക്ക് കല്യാണം കഴിയണം, ഒന്നിച്ച് ജീവിക്കണം, അതും അല്ലാണ്ട് നമുക്ക് വാടക വീട്ടിൽ താമസിക്കാം, ഇല്ലെങ്കിൽ പുതിയൊരു വീട് എടുക്കുന്നെങ്കിൽ വീടെടുക്കാം. ഇവള് കാശ് അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജിലുള്ളത്. ആ മെസ്സേജ് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, കാരണം എനിക്ക് അതിനുള്ള ടൈം എഡിറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി വന്നത്. അപ്പോൾ അതും അല്ലാണ്ട് അങ്ങനെ പറഞ്ഞിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അവൻ്റെ പണത്തിൻ്റെ സ്വർണം മേടിച്ചിട്ടിട്ട് അവ മറ്റുള്ളവൻ്റെ കൂടെ ഇറങ്ങി കറങ്ങാനും എന്നിട്ട് ഒന്നിച്ചിരിക്കാനും. അവളുടെ ഇടയിൽ ഒരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയിൽ ആ ഒരു ഫോട്ടോ ഞാൻ ഫ്രണ്ടിലിട്ടിട്ടുണ്ട്. ആ ഫോട്ടോയിൽ വ്യക്തമായി കാണാൻ പറ്റും അവളും ഷറഫ് അലിയും ഒന്നിച്ചിരുന്നിട്ട് ഫോൺ നോക്കുമ്പോൾ അവൻ്റെ കൈ അവളുടെ ബാക്കിൽ കൂടെ പോയി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്, മറ്റേ കൈ അവളുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് അവരായിട്ട് പോലും പിന്നെ മറ്റുള്ളവനെ കൂടി ചതിക്കാൻ വേണ്ടി അവൾ നോക്കിയത്. അള്ളാഹു അവളെ വെറുതെ വിട്ടില്ല. എല്ലാം തുറന്ന് പറയാൻ വേണ്ടിയായിരിക്കും ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് പോലും അവളെ കൈക്കൊണ്ട് സെൻഡാക്കാൻ പറ്റിയത്, ഒരു മനസ്സ് കാണിക്കാൻ പറ്റിയത് അവൾക്കൊണ്ട്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് നമ്മളാരും അല്ല, ഞാനൊന്നും ചെയ്തില്ല, എല്ലാം ഇവരാണ് ചെയ്തത്, യൂട്യൂബ് ഇവർ എന്നുള്ള പേര് വിളിച്ച് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോ സാഹചര്യം, നിനക്ക് ഉളുപ്പില്ല, അത് നമ്മൾ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അവൾക്ക് ഒരു ഉളുപ്പെന്ന് പറഞ്ഞ സാധനമില്ല. 5 എത്തിയും മക്കളെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് അവൾ എന്നിട്ട് ആ കാശ് കൊണ്ട് ദൂർത്തടിച്ച്, അതും അല്ലാണ്ട് സ്വർണം അവന് കട കൊടുക്കൽ, ഇവന് കട കൊടുക്കൽ, ഇവളെ കടം മേടിക്കൽ, ഇങ്ങനെ 5 മക്കളുടെ പേരും വെച്ചിട്ട് അവൾ ഇങ്ങനെ കാശ് ഉണ്ടാക്കിയിട്ട് ആ കാശ് ഒരു ഫലത്തിനും കിട്ടാതെ പോകും. കാരണം എത്തീം മക്കളുടെ കാശാണ്, അവൾ പ്രസവിച്ച മക്കളായിരിക്കാം, എന്നാലും ഒരു എത്തീം മക്കളാണ്. ആ മക്കളെ ഓർത്തിട്ടാണ് കുറേ പേര് സഹായിച്ചത്. പക്ഷേ സഹായിച്ചത് വെറുതെ ആയിപ്പോയോ എന്ന് ചിന്തിക്കേണ്ട, വെറുതെ ആയി. കാരണം അവൾക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു കാശ് കിട്ടിയ പോലെ അവളെ ഈ ഒരു നിലയ്ക്ക് എത്തിച്ചത് സമൂഹം തന്നെയാണ്. അപ്പോൾ സമൂഹമല്ല, അവളെ വിശ്വസിച്ചിട്ട് അവളെ സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേരും അവൾക്ക് പണം അയച്ചു കൊടുത്ത കുറേ പേരാണ് അവൾ ഈ നിലയിലെത്തിച്ചത്. കാരണം അവൾക്ക് പണം കണ്ടിട്ടാകുമ്പോൾ അവൾക്ക് ലോകം മറന്ന് അവൾക്ക് ഒരു കൂട്ട് വേണം, അത് ആ പണം ചിലവാക്കാൻ എൻജോയ്മെൻ്റ് ആക്കാൻ ഒരാളും കൂടി അവൾ ഒന്നിച്ചിട്ട് വേണമെന്നുള്ള ചിന്താഗതി അവൾക്ക് വന്നു. അവൾ മക്കളെയും അവൾ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ മറന്ന് അവൾ ഭയങ്കര ആയി എന്ന് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും.
അപ്പോൾ എന്താ പറയുക, അങ്ങനെ ആരാരുടെ കഷ്ടപ്പെട്ട പണം ഇവളെ മക്കളെ ഓർത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു കുറേ ദിവസം അവൾക്ക് കള്ളത്തരം ചെയ്ത് ആ പണം തട്ടിയെടുക്കാനോ ഇല്ലെങ്കിൽ മേടിക്കാനോ അള്ളാഹു അതിന് വിടില്ല. അപ്പോൾ അതിനാണ് ആ ഒരു സംഭവം പെട്ടെന്നാണ് അള്ളാഹു കാണിച്ചു തന്നത്. കാരണം ഇവളെ സ്വഭാവം ഇങ്ങനല്ല, ഇവൾ കുറേ മാറ്റി മാറ്റി ചെയ്യുന്ന ഒരു സ്വഭാവക്കാരിയാണെന്ന് നമുക്ക് തെളിയിച്ചു തന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെ അവൾക്ക് പറ്റി, ഒരു ഭാഗത്ത് മരിച്ച ഹസ്ബൻഡ് ഒരു കൊല്ലം പോലും ആയില്ല, എന്നിട്ട് പോലും ഇവൾക്ക് അതിൻ്റെ ഇടയിൽ ലവായിട്ട് ഫ്രണ്ട്ഷിപ്പ് അവൾ പറയുന്നുണ്ട്. അത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, പിന്നെ ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു മനസ്സ് സംശയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതൊക്കെ കള്ളത്തരം പിടിച്ചിട്ടായിരിക്കും അവന് ദേഷ്യത്തിൽ എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ടാവോ എന്നൊരു സംശയം എനിക്ക് ഉള്ളിൽ ഉണ്ട് കേട്ടോ. നല്ലോണമുണ്ട്, കുറച്ചൊന്നുമില്ല. കാരണം ഭാര്യന്മാരൊരു സപ്പോർട്ടിന് ഉണ്ടെങ്കിലല്ലേ ഏതൊരു ആണിന് ഒരു പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ഇവള് കണ്ടവനെ കൂടെ ഇങ്ങനെ സംസാരിച്ചാൽ ഏത് ഹസ്ബൻഡാണ് സഹിച്ച് നിൽക്കുന്നത്? അവനെ കൊണ്ട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു മനസ്സിൻ്റെ. പിന്നീട് കഴിഞ്ഞിട്ടാണ് ഇവൾ പെട്ടെന്ന് ഷറഫലിൻ്റെ എന്ത് ഫ്രണ്ടായാലും, ഞാൻ ചെന്നു എങ്ങനത്തെ ഫ്രണ്ടായാലും ഇങ്ങനെയൊക്കെ ലവ് എന്ന് പറഞ്ഞിട്ട് അവനൊരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരാളാണ്, അവനും സ്നേഹിച്ച പെണ്ണ് അവനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചെറുക്കൻ്റെ ജീവിതം തകർത്തിട്ട് ഇവൾക്ക് എന്ത് നേടിക്കിട്ടി? അവൻ്റെ ജീവിതം പോയി കിട്ടി അല്ലേ? അപ്പോൾ അവൻ്റെ അവളെ ഫ്രണ്ടായെങ്കിൽ ഫ്രണ്ടന്മാർ ഇങ്ങനെയാണ് ചതികുഴിയിലേക്ക് തള്ളിയിടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതൊന്നല്ല, ഫ്രണ്ടായിട്ടൊന്നല്ല. കാരണം ഇവൾക്ക് ലീവിങ് ടുഗദർ അവൾ ആവർത്തി പറയുന്നുണ്ട്. ഇപ്പം എല്ലാവരും കല്യാണം കഴിക്കുന്നൊന്നുമില്ല, ലീവിങ് ടുഗദറായിട്ട് ജീവിക്കുന്നില്ലേ, അതുപോലല്ലേ, അങ്ങനല്ലേ, ഇങ്ങനല്ലേ, അവളെ ഭാഗത്ത് ഇല്ലാത്ത ന്യായങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട്. പിന്നെ ഷാജിയോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നീ പറയുമ്പോൾ നിന്നെക്കുറിച്ച് മാത്രം നീ പറയണം. അല്ലാതെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ്, നീ സ്ത്രീകളെ അപമാനിക്കാനോ വരരുത്. അത് നിനക്ക് അതിനുള്ള അർഹതയില്ല. കാരണം നിന്നെപ്പോലെ തറ പോലത്തെ ഒരു സ്ത്രീ ഈ ലോകത്ത് ഞാൻ ഫസ്റ്റ് കാണുന്നതാണ്. കാരണം എല്ലാവരും എല്ലാ തൊഴിലും ഒരു അന്തസ്സുണ്ട്. വ്യഭിചാരം നടത്തുന്നവന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്, നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് എല്ലാവരും എന്താ പറയുക, അത്രക്കും ചീപ്പായി പോയി. കാരണം നീ ഒരു 5 മക്കളെ പോറ്റണമെങ്കിൽ അതിൻ്റെ ഒരു കഷ്ടപ്പാട് നീ പറഞ്ഞിട്ട് നിനക്ക് കാശ് ഉണ്ടാക്കാം, കാശ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അല്ലാണ്ട് നീ അതിനെ എൻജോയ് ചെയ്യാൻ, നിൻ്റെ മക്കൾ കൊടുത്ത പണത്തിന് നീ എൻജോയ് ചെയ്യാണ്ട് ഒരു ആവശ്യം നിനക്കില്ല. അത് മക്കൾക്ക് അർഹതപ്പെട്ട പണമാണ്. അല്ലാണ്ട് നിനക്ക് വല്ലവൻ്റെ കൂടെ ഇറങ്ങാനും തിരിയാനും കളിക്കാനും ചിരിക്കാനും അല്ലാതെ നിൻ്റെ ആഗ്രഹമൊക്കെ പൂർത്തീകരിക്കാനും നല്ല പണം തന്നതാരുമെങ്കിലും. പിന്നെ നീ പറയുന്നത് എരിഞ്ഞു തിന്ന ഞങ്ങൾ എരിഞ്ഞു തിന്നേണ്ട ഒരു അഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾ വീഡിയോ ചെയ്യുന്നു, ഞങ്ങളത് പുറത്ത് വിടുന്നു, നമുക്ക് അതിൽ കിട്ടിയ വ്യൂസിൻ്റെ ഒരു പണം മതി. ഒരു $100 ആവാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് നമുക്കേ അറിയാം. എന്നാലും വിറ്റ് എന്ന് പറയാം, മാനം വിറ്റ് വല്ലാണ്ട് മര്യാദ വിറ്റ് ജീവിക്കേണ്ട ഗതികേടൊന്നും നമുക്ക് വന്നിട്ടില്ല. അള്ളാഹു വരുത്താതിരിക്കട്ടെ ആർക്കും ഈ ഒരു നിന്നെപ്പോലുള്ള ഒരു അവസ്ഥ. അപ്പോൾ എത്രയോ ആൾക്കാർ ഭർത്താക്കന്മാർ മരിച്ചവർ എങ്ങനെയല്ലോ ജീവിക്കുന്നുണ്ട്. പക്ഷെ നിന്നെപ്പോലെ ജീവിക്കുന്ന ഒരാൾ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നുണ്ട്. മേ ബി ഉണ്ടാവാതിരിക്കാം, എനിക്കറിയില്ല. എന്നാലും എൻ്റെ കണ്ണിൽ കണ്ട ആൾ നീ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഷാജിന് ഇത്രത്തോളം ചീത്തയാക്കാനുള്ള കാരണം ഒന്നാമത്തെ സബ്സ്ക്രൈബർ. ഇവൾക്ക് ഉണ്ടാക്കുന്ന സബ്സ്ക്രൈബർ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ കൂടി ഉണ്ടായിരുന്നു സബ്സ്ക്രൈബായിട്ട്, ഞാൻ ഇപ്പം അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ചാനൽ നോക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നെ പറഞ്ഞിട്ട് 10 രൂപ അവൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഹറാമായ പണമാണ്. കാരണം അവൾ ആ പണം കൊണ്ടുപോയി ഹറാമിൻ്റെ വഴിയിലേക്കാണ് ചിലവ് ചെയ്യുന്നത്, അല്ലാതെ ഹലാലായ വഴിയിലേക്കല്ല ചിലവ് ചെയ്യുന്നത്. പക്ഷേ യൂട്യൂബിൻ്റെ പണം ഹറാമായി. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് നമുക്കത് വേണ്ടി വരുന്നുണ്ട്. കാരണം ഇപ്പം എല്ലാ ഹറാമും നോക്കിയെങ്കിൽ എല്ലാ ഹറാം തന്നെ. നമുക്കിപ്പോൾ പൊന്ന് കൊണ്ടിട്ട് ബാങ്കിൽ വെച്ചിട്ട് ആ പൈസ പോലും നമുക്ക് ഹറാമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നോക്കിയാൽ എല്ലാം ഹറാം തന്നെ. അപ്പോൾ ആ ഒരു പണം കിട്ടിയിട്ട് അവൾ മറ്റവൻ്റെ കൂടെ പോകാനും അവൻ്റെ കൂടെ പോകാനും ഇവൻ്റെ കൂടെ പോകാനുള്ള കാശൊന്നും നമ്മളെ കയ്യിലില്ല കൊടുക്കാൻ. അപ്പോൾ അവൾ സബ്സ്ക്രൈബർമാരാണ് അവൾ ഇങ്ങനെ ആക്കി എടുത്തത്. കാരണം നിങ്ങൾക്ക് എന്തിന് വേണം ഇങ്ങനത്തെ ഒരു സ്ത്രീനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവൾക്ക് നല്ല വ്യൂസ് കൊടുത്തിട്ടോ നിങ്ങൾക്കൊന്നും നേടാനില്ല. കാരണം അത് മക്കൾക്കുള്ളതല്ല, അതുള്ളത് അവൾക്ക് ദൂർത്തടിച്ച് ചിലവാക്കാനും മറ്റുള്ളവൻ്റെ കൂടെ കറങ്ങി തിരിയാൻ വേണ്ടിയുള്ളൊരു പണമാണ്.
അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോലും പോയത് കാരണം എനിക്ക് കണ്ടിട്ട് അതുൽ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്ത് സംഭവമാണെന്ന്. അപ്പോൾ അതിനെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. കുറേ നേരമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് എഡിറ്റ് ചെയ്യാനുള്ള നേരമൊന്നും എനിക്കില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ഒത്തിരി ജോലിയുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ടൈം കിട്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും. യൂട്യൂബിൽ ഇന്നാലിട്ട വീഡിയോ ഇന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാണാം അത്രത്തോളം എനിക്ക് എന്താ പറയുക, റീചാർജ് കുറവാണ്. കാരണം റീചാർജ് അല്ലെന്ന് മറന്നുപോയി. അവളുടെ ടെൻഷനിൽ എനിക്കെല്ലാം മറന്നുപോയി. നെറ്റ് കുറവാണ്. എനിക്ക് നല്ലോണം നെറ്റ് കുറവുള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഷജിത ഷാജിനെ അവൾക്ക് വിചാരം കുറേ ഇൻ്റർവ്യൂസും കൊടുത്തിട്ട് ഞാനെന്തോ വലിയ ആളായിപ്പോയി, എനിക്കെന്തോ കിട്ടിപ്പോയി. എനിക്കൊരു നാണുണ്ടോ? ഒരു റൌഫ് എന്നൊരു ചെറുക്കനെ അവൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അവൻ്റെ പണത്തിൽ മാലുണ്ടാക്കിയിട്ട് എന്ത് ചെറ്റത്തര പേരാണ് നീട്ടിയിട്ടുള്ളത്, ഷറഫലിൻ്റെ പേര്. എന്നിട്ട് അവൻ്റെ പണം തിന്നിട്ടാണ് നീ മറ്റുള്ളവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചതല്ലേ? അവന് പിന്നെ സഹിക്കാൻ പറ്റുമോ? ചതിക്കുന്നതിന് ഒരു കണക്കുണ്ട്. ഇത് ഒന്നൊന്നര ചതിയായി. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ റംല പറഞ്ഞത്, അതായത് സജിതയുടെ ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞത് കുറേയൊക്കെ സത്യമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നീ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഷജിത ഷാജി മുന്നോട്ട് പോകുന്നത് റംല പറഞ്ഞ പോലെ തന്നെ സത്യമാണോ എന്നൊരു രീതിക്കാണ്. പിന്നെ മെഹന്തി ഇട്ടിട്ടുണ്ട്. അവൾ മെഹന്തി ഇട്ട ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ മെഹന്തി ഇട്ടിട്ടുണ്ട്. ആ കൈയാണ് മുറിച്ചിരിക്കുന്നത്. കാരണം ശരിക്കൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവൾ മെഹന്തി ഇട്ട് നടക്കുന്നത്, വേറെ ഒന്നുമല്ല. അല്ലാണ്ട് അവൾക്ക് അന്ന് നേരെ ഭയങ്കര മെഹന്തി വിടലും ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവളെ കൈ ഇങ്ങനെ പൊക്കി ഷോർട്സിൽ ഇങ്ങനെ മക്കളോട് സംസാരിക്കുന്ന ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല നല്ല മാർക്ക് കാണുന്നുണ്ട്, മുറിച്ചതിൻ്റെ നല്ല മാർക്ക് കാണുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ആ ഫോട്ടോ എവിടെ ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ തപ്പിപ്പിടിച്ചിരുന്നില്ല. കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എപ്പോഴെങ്കിലും അതൊന്ന് ഇട്ട് കാണിക്കാം. കൈവെങ്കിൽ ഇതിൻ്റെ തമ്പിൽ തന്നെ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് എന്തൊക്കെയൊക്കെ ഇപ്പോൾ പറയണുണ്ട്, പക്ഷേ എൻ്റെ നാക്കിൽ അതൊക്കെ വരാത്തത് കൊണ്ട്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളതായ ഒരു കുടുംബ പാരമ്പര്യം, ഒരു കുടുംബത്തിൻ്റെ ഒരു സംസ്കാരം അതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വായിൽ അങ്ങനെയൊക്കെ വരാത്തത്. പക്ഷേ സജിത ഷാജിൻ്റെ അത്ര മോശപ്പെട്ടൊരു സ്ത്രീ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് എന്നെ കമൻറ്റിൽ തെറി പൊറിൽ വിളിച്ചോ എന്ത് വേണമെങ്കിൽ വിളിച്ചോ എനിക്കത് അതിനൊരു പ്രശ്നമില്ല. കാരണം ഞാൻ കണ്ടോടത്തോളം ഇതുപോലത്തെ ഒരു സ്ത്രീ ആർക്കും ഇങ്ങനത്തെ ഒരു ഭാര്യനെ കിട്ടാതിരിക്കട്ടെ, ആർക്കും ഇങ്ങനത്തെ ഒരു ഉമ്മാനെ കിട്ടാതിരിക്കട്ടെ, ഏത് മക്കൾക്കും. കാരണം മക്കളെ പേരും വെച്ചിട്ട് മക്കളെ മുന്നിൽ നിപ്പിച്ചിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ടുപോയിട്ട് മറ്റവൻ്റെ കൂടെ കറങ്ങാനും പിരിക്കാനും അവന് സ്വർണം മേടിച്ച് കൊടുക്കാനും അവന് വേണ്ടിയുള്ള സ്വർണം എടുത്ത് കഴുത്തിലിടാനും ഇതൊക്കെ ലജ്ജ തോന്നുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്. പാവമായ മക്കളെ മുഖം കാണിച്ചിട്ട് ഈ പണം അയക്കുന്നവർക്ക് ചെന്നല്ല ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് തല്ലേണ്ടത് ഫസ്റ്റ്. എനിക്ക് ഫസ്റ്റ് ഒരു തല്ല് വേണം. കാരണം ഞാൻ എത്രയോ വിഷമിപ്പിച്ച് എൻ്റെ വീട്ടുകാരോടും എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഷജിത ഷാജി എന്ന പെണ്ണ് പാവം 5 മക്കൾ, ഞാൻ എത്ര പേര് പറഞ്ഞിന് 5 മക്കളെ പാവം കഷ്ടപ്പെട്ട് അവൾ നോക്കുന്നുണ്ട്. പെൺകുട്ടികളായെങ്കിൽ അങ്ങനെ വേണം, പെൺകുട്ടികളായെങ്കിൽ എങ്ങനെയാലും സാരിയില്ല സജിത ഷാജിനെ പോലെ ഒരു കാലത്താവാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാം. കാരണം എങ്ങനത്തെ രീതിയിലായെങ്കിലും സാരിയില്ല ഷജിത ഷാജിൻ്റെ രൂപത്തിൽ ഇല്ലെങ്കിൽ ഷജിത ഷാജിൻ്റെ ഒരു സ്വഭാവത്തിൽ ആവാതെ ഇരിക്കാൻ വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എത്ര മിനിറ്റായെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സെൻഡാക്കുന്ന ഇതിൽ കട്ട് എഡിറ്റോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം അതിനുള്ള ടൈം എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വാക്കും ഞാൻ പറഞ്ഞ ആ ഒരു അടയാളം ഞാൻ കാണിക്കുന്നുണ്ട് ഫോണിൽ ഒരു ഫോട്ടോയിൽ. അപ്പോൾ ആ ഒരു പുതിയൊരു വീഡിയോ ഞാൻ വരാം. അതുവരെ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.